ഹേ ഗൈസ്, പുരികം നല്ല ഷേപ്പിൽ എങ്ങനെ എടുക്കാം എന്നാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്കിത് കുറച്ച് എക്സ്ട്രാ ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. പുരികം നല്ല ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 സിമ്പിൾ ഹാക്ക് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പിൽ പുരികം എടുക്കാൻ അറിയാത്തവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. അതിനായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് വേണ്ടത് ഇങ്ങനെ ഒരു യൂപ്പിനാണ് കേട്ടോ. യൂപ്പിൻ സ്ലൈഡ് ഇല്ലേ നമ്മൾ ഹെയറിൽ കുത്തനെ, അതാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു കൺമെഷിയാണ് കേട്ടോ. നിങ്ങൾക്ക് കൺമെഷി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഈ കാജലൊക്കെ ഇല്ലേ അതാണെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. അത് അതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത ശേഷം അതിലിങ്ങനെ ഇതുപോലെ കരിയാക്കുക കേട്ടോ. എന്നിട്ട് അത് നിങ്ങൾക്ക് എത്ര തിക്കാണോ വേണ്ടത് പുരികത്തിന് അത്രയും തിക്കിൽ വെച്ചിട്ട് നിങ്ങളിതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എൻഡ് പോർഷനിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് ചെറുതാക്കി കൊടുക്കണം കേട്ടോ. ആദ്യ ഭാഗത്തൊക്കെ കുറച്ച് തിക്കിൽ വന്നിട്ട് പിന്നെ എൻഡ് പോർഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചൊന്ന് തിക്നെസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവില്ലേ എങ്ങനെ എടുക്കേണ്ടതെന്ന്, ആ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇനി ഈ വരച്ചതിനടിയിലുള്ള എക്സ്ട്രാസ് ഒക്കെ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഒന്നുകിൽ ഐബ്രോ റേസർ എടുക്കാം അല്ലെങ്കിൽ ബ്ലേഡ് എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ബ്ലേഡാണ്. എന്നിട്ട് നിങ്ങൾ ആ വരച്ചതിന് താഴെയുള്ള എക്സ്ട്രാ ഹെയർസ് ഒക്കെ ഇതുപോലെ ബ്ലേഡ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക കേട്ടോ. മുകൾ ഭാഗത്തൊന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ച സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എത്ര തിക്നെസ് വേണോ അത്രയും തിക്നെസ്സിനനുസരിച്ച് ഐബ്രോസിനൊരു ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഈ സെക്കൻഡ് മെത്തേഡാണ് കേട്ടോ കുറച്ചും കൂടി സിമ്പിൾ. അപ്പോൾ ഇതുപോലെ ഔട്ടർ ലൈനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനിയും അതിൻ്റെ താഴെയുള്ള എക്സ്ട്രാസ് ആണ് കേട്ടോ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് മുകളിൽ പിടിച്ച് പുരികത്തിൻ്റെ മുകളിലായിട്ടൊന്ന് വലിച്ചു പിടിക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു പിടിക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ എക്സ്ട്രാ ഹെയർസൊക്കെ റിമൂവ് ചെയ്യുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് വർക്ക് ചെയ്യും കേട്ടോ. ആ ചെറിയ ബേബി ഹെയർസ് ഒക്കെ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പുരികത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടും. ഫോണിൽ നോക്കി ഇങ്ങനെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗത്തേക്കാണ് വരുന്നത്. മുകളിൽ ഇതുപോലെ തന്നെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം മുകളിലുള്ള എക്സ്ട്രാസ് ഒക്കെ എടുത്ത് കളയണം കേട്ടോ. അതിനുശേഷം ഐബ്രോസ് ഇതുപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു സിസർ ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് നിൽക്കുന്ന എക്സ്ട്രാസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒരുപാട് കട്ട് ചെയ്ത് കളയരുത്, കുറച്ച് മാത്രമേ കട്ട് ചെയ്ത് കളയുള്ളൂ കേട്ടോ. അതായത് നമ്മൾ വരച്ചതിന് മുകളിലേക്ക് നിൽക്കുന്നത് മാത്രം. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ എൻ്റെ 2 ഐബ്രോസും ഇതുപോലെ എടുത്തു കഴിഞ്ഞു. കണ്ടില്ലേ, നല്ലൊരു ഷേപ്പ് കിട്ടിയില്ലേ. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് വേണം കേട്ടോ 2 ഐബ്രോസിനും ചൂസ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 2 അത് തന്നെ ചെയ്യണം കേട്ടോ. സെക്കൻഡ് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും 2 ഐബ്രോസിലും അത് തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ 2 പുരുകോ 2 ഷേപ്പ് ആയി പോകും. അപ്പോൾ കണ്ടില്ലേ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഐബ്രോസ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.